എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്ടോ. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് മീൻ അവിയലാണ് ട്ടോ. കൊഴുവ വീരൊതുക്കിയത്. നമ്മുടെ നാട്ടിലിപ്പോൾ സുലഭമായിട്ട് കിട്ടുന്ന മീനാണ് കൊഴുവ. അപ്പോൾ കുറച്ച് കൊഴുവ മീൻ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് കുറച്ച് കൊച്ചുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 3, 4 പച്ചമുളക് ഇതൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങാപ്പീര നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് കുരുമുളക് ഇതൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം ട്ടോ. ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കേ കൊഴുവ ഇട്ട് കൊടുക്കാം ട്ടോ. ഇനി ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു കഷ്ണം കുടംപുളി, കുറച്ച് വെള്ളം ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം ട്ടോ. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ട്ടോ. ഇനി ഇതൊന്ന് നല്ലോണം തിളച്ച് വരണം ട്ടോ. അപ്പം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ട്ടോ. നല്ലോണം തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. കൊഴുവ മീൻ എന്നൊക്കെ പറയണത് അധികം വേവില്ല ട്ടോ. അപ്പോൾ നമുക്ക് മീനവിയലൊക്കെ വെക്കാനായിട്ട് ബെസ്റ്റ് മീനാണിത്. ഇപ്പോൾ ആണെങ്കിൽ ഈ മീൻ റീസണബിളായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. 1 കിലോന് 90, 100 ആ റേഞ്ചിലാണ് ഇപ്പോൾ ഇതിന് നമുക്ക് കിട്ടണത് കേട്ടോ. ഇതൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കേ ഉള്ളി ഇതൊക്കെ അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ടായില്ലേ, ഞാനതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഉള്ളി, പച്ചമുളക്, നമ്മുടെ ഇഞ്ചി ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കല്ലും വെച്ച്. അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ച വെളിച്ചെണ്ണ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് തേങ്ങാപ്പീര ഒതുക്കി വെച്ചേക്കണം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എൻ്റെയൊക്കെ ചെറിയ കുട്ടിക്കാലത്തെ വീട്ടിൽ അമ്മയ്ക്ക് ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ വലുതായി കല്യാണമൊക്കെ കഴിഞ്ഞ് ഇത്രയും ആയതിന് ശേഷം ഞാൻ ഇപ്പോൾ ഇവിടെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കണത് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ വീഡിയോയിൽ എടുത്തതേ ഉള്ളൂ. അപ്പം ഞാൻ തേങ്ങാപ്പീര ചേർത്ത് കൊടുത്തിട്ട് ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടൊന്ന് കുലുക്കി അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അന്നത്തെ ഒരു ടേസ്റ്റ് ഓർത്തിട്ടാണ് ഇപ്പോൾ കൊഴുവ കിട്ടിയപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയേട്ടാ.
ഇനി അധികം പണിയൊന്നുമില്ല. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. മീനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഒന്ന് ആവി കയറ്റിയും കൂടി എടുക്കാം നമുക്ക്. അപ്പോൾ ഒന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ പീരൊതുക്കിയത് അഥവാ മീനവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് വിളമ്പി സെർവ് ചെയ്തെടുക്കാം. കറിവേപ്പിലയൊക്കെ മുകളിൽ വിതറി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.